അങ്ങനെ അതൊരു ഉച്ചക്കായപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുരിങ്ങ ഉപ്പേരി വെക്കാനൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ പിന്നെ ഞാൻ നേരെ മുരിങ്ങ ഉപ്പേരി വെക്കാൻ നിന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഞാൻ ചോറ് വയ്ക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോറും പിന്നെ മോരുകറി, തലേ ദിവസത്തെ മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുരിങ്ങപ്പേരിയും മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയേക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചെറുപഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുറച്ച് അതിൽ മൈദ, കുറച്ച് അരിപ്പൊടി, പിന്നെ ഇതാ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അതാ ചൂടുള്ള എണ്ണയ്ക്ക് ഞാനിതിങ്ങനെ ഓരോ സ്പൂണിൽ കുറച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. ഒരു മധുരമുള്ള ടൈപ്പാണല്ലോ. നമ്മൾ പഴംപൊരിയൊക്കെ കഴിക്കണ പോലത്തെ ഒരു മധുരമുള്ള ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഞാനൊരു സ്പൂണിൽ ഇങ്ങനെ കുറച്ച് ഈച്ച എടുത്തിട്ട് അങ്ങനെ എണ്ണയ്ക്ക് ഇടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് രണ്ട് പുറം അങ്ങനെ ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ പിന്നെ അത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. നല്ല നമ്മൾ ഇത് ചൂട്ട് കൊടുക്കാനെ കഴിക്കുകയാണെങ്കിൽ നല്ലോണം കറുമുറുവേനൊക്കെ കടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറും. നല്ല ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചെറുപഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല മധുരമുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ കഴിക്കാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.